പെരുന്നാൾ ചോറ് കാണിച്ചു കൊടുക്കണ്ടേ ഇപ്രാവശ്യം? ആ വേണം നമ്മളിതിൽ വന്നത് ഓർക്കണുണ്ടോ ആരെങ്കിലും? അപ്പം ഞങ്ങൾ പെരുന്നാളിന് പോയതായിരുന്നു കേട്ടോ. 2 വീട്ടിൽ പോയി. നമ്മളെ നസ്രാക്കാൻ്റെ വീട്ടിൽ ആദ്യം പോയി, പിന്നെ സന്തോഷേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് അമ്മയ്ക്കുള്ള ചോറ് തന്നിട്ടുണ്ട്. ഞാൻ 3 വീട്ടിൽ പോയി. 2 വീട്ടിൽ 3 വീട്ടിലൂടെ പോകണ്ടേ? 4 വീട്ടില് അല്ല 5 വീട്ടില് ഇവിടെ ഇല്ലേ മേലെ. നമ്മളെ കൂട്ടുകാരന്മാരുടെ വീട്ടിൽ ഇനിയും പോകാനുണ്ട്. അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച അല്ലേ, ജുമാക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുന്നേ വീട്ടിലൊക്കെ പോയി. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോകണം. നമ്മളെ ചോറ് വെറുതെ കാണിച്ചു കൊടുക്കും. ചോറ് ഇതാ അവിടുന്ന്. അമ്മയ്ക്ക് പോരാൻ വയ്യട്ടോ, അമ്മയ്ക്ക് ചുമയായിട്ടേ അമ്മേനെ വെയിലത്ത് ഇറക്കിയില്ല. അപ്പോൾ അമ്മയ്ക്കുള്ള ചോറ് അവിടുന്ന് കൊടുത്ത് തന്നതാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്നത് നമ്മളെ നാസറാക്കാൻ്റെ വീട്, നമ്മൾ വാടകയ്ക്ക് നിന്ന വീടിന്റെ മുറ്റാട്ടോ അത്. നമ്മൾ ഇതിലെ ചോറ് കൊണ്ടുവന്നേന്നില്ലേ. ഈ പ്രാവശ്യം കാണിച്ചു തരണം തോന്നി. അതെ, ഞങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്ന് കാണിച്ചു തരണം, അതുകൊണ്ടാട്ടോ. പല ആൾക്കാർ പലതും പറയും, നമ്മള് മൈൻഡ് ആക്കുന്നില്ല. അതെ, നമ്മൾ ചോറ് തിന്നാനായിട്ട് എല്ലാ വീട്ടിൽ കൂടിയും കയറി ഇറങ്ങാന്നായിരിക്കും തോന്നരുത് കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ പോണത്. അവിടെ എത്ര നേരം നമ്മൾ പോയിരുന്നു സംസാരിച്ചു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കൊല്ലം ഞങ്ങൾക്ക് ഇങ്ങനെ അതെ ഈ സൗഹാർദ്ദം എന്താ പറയാ, അതന്നെ ഉണ്ടാവണം, മുന്നോട്ട് പോകണം പ്രാർത്ഥിക്കണേ. അതെ, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഈ ഒരു പെരുന്നാളിൽ ആശംസ കേട്ടോ എല്ലാവർക്കും.